പ്രണയിക്കാൻ ഒരു പ്രായം ഒരു തടസ്സവുമല്ല അല്ലേ. ഒരു വൃദ്ധസദനത്തിൽ കണ്ടുമുട്ടിയ ഒരു അമ്മുമ്മയും അപ്പൂപ്പനും. ബെർണി എന്ന് പറയുന്ന അപ്പൂപ്പന് വയസ്സ് 100 മാർജോറി എന്ന് പറയുന്ന അമ്മുമ്മയുടെ പ്രായം 102. ഇവര് വൃദ്ധസദനത്തിൽ വെച്ച് കണ്ടുമുട്ടി, പ്രണയിച്ചു. ഇപ്പോൾ അവർ വിവാഹിതരായിരിക്കുകയാണ്. അനഘ പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനഘ, പ്രണയത്തിന് ഒന്നും ഒരു തടസ്സമല്ലേ, പ്രായമൊക്കെ എന്ത്. ഇപ്പോൾ റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ് ഈ ദമ്പതികൾ, ഏറ്റവും പ്രായം കൂടിയ ദമ്പതികൾ എന്ന്. ഇവരുടെ ഈ ഒരു കണ്ടുമുട്ടൽ, ഈ പ്രണയം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതെ സന്ധ്യ, പ്രായം പ്രണയത്തിനും ഒന്നിനും തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ദമ്പതികൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഒരു പ്രായം കഴിഞ്ഞവരോട് നമ്മൾ പ്രണയത്തെ പറ്റിയും അല്ലെങ്കിൽ ഒരു രണ്ടാം വിവാഹത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയുന്നത്, ഓ ഇത്ര പ്രായമൊക്കെ ആയില്ല, ഇനിയിപ്പോൾ എന്തിനാന്ന് തിരിച്ച് ചോദിക്കുന്ന, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി. എല്ലാവരും പറയുന്നതും അത്തരത്തിലുള്ളൊരു മറുപടി ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെന്തു പറയുമെന്ന് കരുതിയാണ് പലരും ഇത് പുറത്തു പറയാത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം, പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു മനോഹരമായൊരു വികാരം തന്നെയാണ്. അതിന് പ്രായമോ മറ്റൊന്നും തന്നെ ഒരു തടസ്സമല്ല എന്നുള്ളത്. അത് തൻ്റെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ പകർത്തി എഴുതിയിരിക്കുകയാണ് ഫിലാഡൽഫിയയിലെ ഈ യുവദമ്പതികൾ തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഈ ബെർണിയും മാർജോറിയും, ബെർണിക്ക് 100 വയസ്സാണ്, മാർജോറിക്ക് 102 വയസ്സാണ് പ്രായം. 9 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇപ്പോൾ അവർ വിവാഹിതരായിരിക്കുന്നത്. ഏറ്റവും പ്രായം കൂടിയ ദമ്പതികൾ എന്ന ഗിന്നസ് റെക്കോർഡ് കൂടിയാണ് അവരൊരു പുതുജീവിതം തുടങ്ങിയിരിക്കുന്നത്. ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് പരസ്പരം അറിയാം, ഒരുമിച്ചാണ് യൂണിവേഴ്സിറ്റിയിൽ പഠനകാലമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം രണ്ടുപേരും വേറെ വിവാഹമൊക്കെ കഴിച്ച് രണ്ട് ജീവിതത്തിലോട്ടായി പോകണം. പിന്നെ അവർ തമ്മിൽ കുറേ നാൾ കാണുന്നില്ല. ഇവർക്ക് മക്കളുണ്ടാകുന്നു, രണ്ടുപേർക്കും 2 കുടുംബമായി പോകുന്നു. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും പങ്കാളികൾ മരണപ്പെടുന്നു. അതിനുശേഷം വൃദ്ധരായതിനു ശേഷമാണ് ഇവർ ഈ ഒരു വൃദ്ധസദനത്തിൽ എത്തുന്നത്. അവിടെ ഉണ്ടായ ഒരു പാർട്ടിയിലാണ് ഇവർ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇവർ ഒരേ നിലയിലാണ് താമസിച്ചിരുന്നത്, വൃദ്ധസദനത്തിൽ. അവിടെ ഇവർ കാണുന്നു, സംസാരിക്കുന്നു, വീണ്ടും പ്രണയത്തിലാകുന്നു. 9 വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ ഇപ്പോൾ ഒരുമിച്ച് ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നമുക്കും ഇത് കാണുമ്പോൾ. കാരണം ഈ വൃദ്ധസദനം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ പ്രായം കൂടി കഴിയുമ്പോൾ ഈ വൃദ്ധസദനമാണ് ഒറ്റപ്പെടുന്നവർക്കൊക്കെ പലപ്പോഴും ആശ്വാസമാകുന്നതല്ലേ. അങ്ങനെ ഒരു വൃദ്ധസദനത്തിലാണ് ഇങ്ങനെ ഒരു പ്രണയം പൂവിട്ടിരിക്കുന്നത് അല്ലേ? അതെ സന്ധ്യ, മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രണയം എന്ന് പറയുമ്പോൾ അതിന് ഈ പ്രായവും ഒന്നും ഒരു തടസ്സമല്ല. അത് തെളിയിച്ചിരിക്കുകയാണ് അവരെ. ഈ നമ്മൾ ഒരുപാട് ഈ വിശ്വസാഹിത്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രണയങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ. എനിക്കൊന്ന് ഇവരുടെ പ്രണയവും ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്നുള്ളത്. അതായത് പ്രായവും ഒന്നുമല്ല. മാത്രമല്ല നമ്മൾ ഈ പ്രായമായവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, അവർക്കൊരു കൂട്ട് വേണം, അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതെന്നാണ്. ശരിയാണ്, കൂട്ട് തന്നെയാണ് ഇവർക്ക്. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം ഒരു കൂട്ടാവുകയാണ്. എന്തായാലും കാണാൻ എത്ര മനോഹരമല്ലേ. ആ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാലം എന്ന് നമ്മൾ പറയുന്നതും ശരിയല്ല, പക്ഷെ ജീവിക്കുന്നിടത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല പ്രണയിക്കാനും. അനഘ പ്രകാശാണ് ഈ വാർത്തയുടെ വിവരങ്ങളൊക്കെ നൽകിയത്.